രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഹരേ ഓം ഗം ഗണപതേ നമോ നമഃ. ഓം ഗം ഗണപതേ നമോ നമഃ. ഓം സംസരസ്വത്യേ നമോ നമഃ. ഓം രാമായ രാമഭദ്രായ നമോ നമഃ. നാരദരാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അംഗജ നാശനവന്ദിതൻ കേശവൻ അംഗജലീലപുണ്ട് അന്തഃപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലഗലപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലയവങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭ കന്ദരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരനു വേലം വിനോദിച്ച് ഇരുന്നരുളും നേരം ആലോകനാർദ്ധം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധ ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംഘാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നേ ആദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റ് സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യപൂർവക ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോട് അരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകുന്തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാൻ അവകാശവും വന്നിത്
പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനെ, എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേയേ. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെ എന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നല്ലേ സന്തോഷമുൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പാനെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിന് ഇന്നെന്നെ മോഹിപ്പിപ്പതെന്നു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘൂപതേയേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്ന ലോകേശ ചൊന്നത് സത്യമത്തേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നത് നിർണയം. ഈ 7 ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞത് സംസാരി എന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ല രക്താസിതവർണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിന് ഭവാനേകനായോര ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാദിപൻ നീ ശചീ ജാനകി ജാതവേദസു നീ സ്വാഹാമഹീസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സാമ്പൽക്കരീ സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവര കുമാര രഘൂപതേ രാജീവലോചന രാമദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമന്നി ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യ തൽ സർവഭൂമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും
നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല, കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോര് നീയല്ലോ നൂനം അവ്യാകൃതമായതും, പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നതെങ്കിൽ നിന്ന് ഉണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്ന് പൂർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട്, നിർമ്മലന്മാർ ജീവൻ എന്നത് ചൊല്ലുന്നതും ചൊല്ലാവതല്ല. അത് അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാംബരം തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരമൻ പരമാത്മാവൂ രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ, നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളിയാകുന്നിതൊക്കെയും ഓർക്കവും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ. ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. തൊൽക്കഥനാശ്രവണാദി കൊണ്ട് ഉടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ല ഒരു സംശയം. ത്വൽഭക്ത ഭൃത്യന്മാരിലേഖനെന്ന് അല്പജ്ഞനാമെന്നെയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണ് നമസ്കരിച്ച് എന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണോ ഉൽപ്പല സംഭവം തന്റെ നിയോഗത്താൽ രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ച ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറന്നൊരുമ്പെട്ടിരിക്കുന്നിതേ. നീയും അതിനെ അനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു സത്യസന്ധൻ. ഭവാനെങ്കിലും മനസ്സേ മാർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ട് അതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ. ചിത്തേ വിഷാദമുണ്ടായിക അതുമൂലം കാലവിളംബനം എന്തിനെന്നല്ലല്ലേ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവാൻ.
കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മബലൗഖക്ഷയം വരും നേരത്ത് ഒഴിഞ്ഞ് മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതെ ഇരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്ന് മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുദാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദന നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്ത് ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരിയേ ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ വാസുദേവായ ഹരിനാരായണായ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നയനം ഗളദശ്രുതാരയ വദനം ഗദ്ഗരുദായ ഗിര പുളകയ നിജിതാംഗദാ ഭുവനാമഗ്രഹണേ ഭവിഷ്യതി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദ്യച്യുതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ഹരേ രാമ 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 ഹരേ 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 സീതാഭിരാമ ഹരേ ഹരേ ലോകാഭിരാമ ഹരേ. ശ്രീരാമാഭിഷേക ആരംഭം. എങ്കിലോ രാജാ ദശരഥനെ ഗതാ സങ്കലിതാനന്ദമമ്മാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്ക് ഉണ്ടാകതാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നത് ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതെങ്ങനെയെങ്കിലത് ഉൾപ്പൂവിലോർത്ത് നിയോഗിക്കയും വേണം. ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട്, എപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നെ ഏറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്തതിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം, എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ
സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക, ചാരുപതാകകളോടു അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളയമയായി നാളിക നേത്രനാൻ രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ട് സുമന്ത്രരോട് ഇത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതൻ അന്നാൾ കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ട് വായ് കെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുകമോ നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സബാന്തികെ. നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണെ നിന്ന് മനോഹരം ഹസ്ത്യശബദ്ധീരത്താതിമഹാബലം വസ്ത്രാദ്യാലങ്കാരമോടെ വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്കാം. ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇതമോം സുമന്ത്രരെയും നിയോഗിച്ച് അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹം എത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയാരകൂത്തമൻ പൊൽക്കലശസ്ഥിതി നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ച് പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിതമോദേന ചിരിച്ച് അരുളി ചെയ്തു. പുണ്യവാനായ നടിയൻ അതീവ കേളിന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നു നന്നത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നത് ഇപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിത് മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാവുന്നതെന്നും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ കാലമത്ര ജനിച്ചിതു നിശ്ചയം.
ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനെ മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥ അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കാ മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേശ ഞാൻ ശിക്ഷിക്ക വേണം ജഗതിഥാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേശ്വഗോചരനായ അന്ത്യരമ്യായി സർവജഗദ്രുതവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്യ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നത് ഞാൻ എന്നോട് ദാതാവു താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ച് നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നേ സബലമായി വന്ന് മനോരഥം ഒന്ന് അപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇന്നിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതികാമൻ ഭവാൻ എങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രച്ചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ട് അഭിഷേകം അടുത്ത നാളെന്നത് കണ്ട് ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്ന് അങ്ങൊരുക്കുവൻ വൈകാതെ വന്നിടുഷസു നീ എന്ന് അരുൾ ചെയ്തു ചെന്ന് തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്രമാത്രം ഞാന് അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവു നീ അത്രേ. വത്സ മമത്വം ബഹി പ്രാണനായകാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദത്താൽ അറിയിച്ചു സമസ്തവും. ഹരി ഓം നമോ നാരായണായ ശ്രീരാമഭദ്രായ നമോ നമ. ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഹരി ഓം നമോ ഗം ഗണപതേ നമോ നമ. ഓം 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 ഗം ഗണപതേ നമോ നമ.